നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എസ്പെഷ്യലി കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ അല്ലേ? നമുക്ക് നോക്കാം. നമ്മളുടെ ബോർഡിലേക്ക് നമുക്ക് പോകാം. ട്രാൻസിസ്റ്റർ 3 കാലുള്ള ഒരു ഡിവൈസാണ്, പക്ഷേ അത് നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള സിഗ്നൽ കൊടുക്കണമെങ്കിൽ ഒരു പോർട്ട് വേണം. അതിന് നമ്മൾ ഇൻപുട്ട് പോർട്ട് എന്ന് വിളിക്കും. ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നലിനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഔട്ട്പുട്ട് പോർട്ടും ആവശ്യമുണ്ട്. അപ്പോൾ 2 പോർട്ട് ആവശ്യമുണ്ട്. പക്ഷേ ഒരു പോർട്ടിന് 2 ടെർമിനലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മളുടെ ആംപ്ലിഫയർ എന്നുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് 4 ടെർമിനലുകൾ 2 പോർട്ടിനും കൂടി ആയിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ പക്ഷേ നമ്മുടെ ട്രാൻസിസ്റ്ററിന് ആകെ 3 ടെർമിനലേ ഉള്ളൂ. 1, 2, 3 എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉപയോഗിക്കും? ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാണ്ട് എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 കോൺഫിഗറേഷൻ ഉള്ളത്. ഓരോ കോൺഫിഗറേഷനിലും ഏതെങ്കിലും ഒരു ടെർമിനലിൽ കോമൺ ആയിട്ട് വെക്കും. അതായത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് ഒരു ടെർമിനലിൽ അങ്ങ് എടുക്കും, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ കേസിൽ ദിസ് ഇസ് കോൾഡ് കോമൺ ബേസ് കോൺഫിഗറേഷൻ, വേർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് gets a share of the base terminal. ബേസ് ടെർമിനലിൻ്റെ ഒരു ഭാഗം, ഒരു സൈഡ് ഇൻപുട്ടിലും മറ്റേ സൈഡ് ഔട്ട്പുട്ടിലായിട്ട് ഷെയർ ചെയ്യപ്പെടും. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനായിട്ട് ബേസ് ടെർമിനൽ ഷെയർ ചെയ്യപ്പെടും. ബാക്കി ഇൻപുട്ടിൽ വരുന്ന മറ്റേ ടെർമിനൽ എന്ന് പറഞ്ഞാൽ എമിറ്റർ ടെർമിനലാണ്. ഔട്ട്പുട്ടിന് കളക്ടർ ടെർമിനലാണ് ഔട്ട്പുട്ട് ടെർമിനലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് കോമൺ ബേസ്. ഇനി കോമൺ എമിറ്റർ ആണെങ്കിൽ നമ്മൾ എമിറ്ററിനെ നമ്മൾ കോമൺ ആക്കി വെക്കും. കോമൺ ടു ഇൻപുട്ട് ആസ് വെൽ ആസ് ടു ഔട്ട്പുട്ട്. അപ്പോൾ യൂണീക്ക് ആയിട്ടുള്ള ഇൻപുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടെർമിനൽ എന്ന് പറഞ്ഞാൽ ബേസ് ആയിരിക്കും. യൂണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് ടെർമിനൽ എന്ന് പറഞ്ഞാൽ കളക്ടർ ആയിരിക്കും. കോമൺ ആയിട്ടുള്ള ടെർമിനൽ ഫോർ ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഈസ് എമിറ്റർ ആയിരിക്കും. രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്നത്. ഇനി കോമൺ കളക്ടർ ആണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളുടെ കളക്ടർ ആയിരിക്കും കോമൺ ആയിട്ട് വരുന്നത്. എമിറ്ററും ബേസും ഒക്കെ, ബേസ് എമിറ്ററും എല്ലാം എന്താണ്, ബേസ് ഇൻപുട്ടായിട്ട് വരും, എമിറ്റർ ഔട്ട്പുട്ടായിട്ടും വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻസ് വരുന്നത്. അപ്പോൾ ഇതിൽ കോമൺ ബേസ് കോൺഫിഗറേഷനെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം ആദ്യം തന്നെ. അപ്പോൾ 3 ആവശ്യങ്ങളാണ് വരിക. അപ്പോൾ അതിലാദ്യം നമ്മൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുക. അപ്പോൾ കോമൺ ബേസിൽ നമ്മൾ പറഞ്ഞ പോലെ യുണീക്ക് ആയിട്ടുള്ള ഇൻപുട്ട് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എമിറ്റർ ടെർമിനൽ ആൻഡ് ദ യുണീക്ക് ഔട്ട്പുട്ട് ടെർമിനൽ ഈസ് കളക്ടർ ടെർമിനൽ. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട്. അത് ഏത് കോൺഫിഗറേഷനും ആയിക്കോട്ടെ, ഈ നിയമം എല്ലായിടത്തും വ്യാപകമായിട്ട് ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എമിറ്റർ കറണ്ട് ഈസ് ദ ഹയസ്റ്റ് കറണ്ട് അമംഗ് ഓൾ ദ അതർ കറണ്ട്സ്. മറ്റ് 2 കറണ്ടിനെ വെച്ച് നോക്കിയാൽ എമിറ്റർ കറണ്ടാണ് ഏറ്റവും വലിയ കറണ്ട്. ബേസ് കറണ്ട് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ കറണ്ടിനെ വെച്ച് നോക്കിയാൽ 1000-ൽ 1 വരുള്ളൂ ബേസ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എമിറ്ററാണ്. എമിറ്ററിൽ ഇൻപുട്ടായിട്ട് കൊടുക്കും, യുണീക്ക് ഇൻപുട്ടാണ്. കളക്ടറിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിനേക്കാൾ കുറവായിരിക്കും. ശരിയല്ലേ? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിനേക്കാൾ കുറവായിരിക്കും. നമുക്ക് അതിൻ്റെ റേഷ്യോ എടുത്താൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ടു ദാറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് അങ്ങനെ എടുത്താൽ യു ഗെറ്റ് എ നമ്പർ കോൾഡ് കറണ്ട് ഗെയിൻ ഡിനോട്ടഡ് ബൈ ആൽഫ. ആൽഫ എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് കറണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ എത്രത്തോളം വ്യത്യാസം ഔട്ട്പുട്ട് കറണ്ടിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്, ആ റേഷ്യോ ആണ് ഈ കറണ്ട് ഗെയിൻ എന്ന് പറയുന്ന ആ നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് ചേഞ്ച് ഇൻ എമിറ്റർ കറണ്ട് അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് കറണ്ട് ഈസ് ആൽഫ ടൈംസ് എമിറ്റർ കറണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട് നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെ? കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ടു ആൽഫ ടൈംസ് എമിറ്റർ കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ പ്ലസ് ICBO എന്ന് പറഞ്ഞൊരു കറണ്ടും കൂടി എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എമിറ്റർ നമ്മൾ കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ, ദെൻ എമിറ്റർ കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ IE വിൽ ബി ഈക്വൽ ടു 0 അല്ലേ? IE വിൽ ബി ഈക്വൽ ടു 0, ആൽഫ ടൈംസ് IE ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് IC വിൽ ബി ഈക്വൽ ടു 0. പക്ഷേ ആക്ച്വൽ കേസസിൽ IC ഒരിക്കലും 0 ആയിരിക്കില്ല. ഒരു മൈനർ കറണ്ട് IC ആയിട്ട്
അപ്പോഴും ഫ്ലോ ചെയ്യണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കോസ് യു നീഡ് ആൻ അഡീഷണൽ ടേം. ഈ ഒരു അഡീഷണൽ ടേമും കൂടി വരും, ICBO എന്ന് പറയുന്ന ടേം വരും. ആൻഡ് ദാറ്റ് ഡിനോട്ട്സ് കളക്ടർ ടു ബേസ് കറണ്ട്, കളക്ടറിൽ നിന്നും ബേസിലേക്കുള്ള കറണ്ട് വെൻ ദ എമിറ്റർ ഈസ് ഓപ്പൺ, ദാറ്റ് ഈസ് ICBO, കളക്ടർ ടു ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ. അപ്പോൾ എമിറ്റർ ഓപ്പൺ ആക്കിയാലും കളക്ടറിൽ നിന്നും ബേസിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടാണ് എന്ത് ICBO എന്ന് പറയുന്നത്. അത് വളരെ മൈന്യൂട്ട് കറണ്ടാണ്. എന്തുകൊണ്ട് അത് ഫ്ലോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് അറിയാം കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ് ഫോർ പ്രോപ്പർ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ. എന്ത് കോൺഫിഗറേഷൻ ആയാലും ശരി, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എമിറ്ററിൽ കണക്ഷൻ കൊടുത്തില്ലെങ്കിലും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റിവേഴ്സ് ബയസ് ഈസ് ഓൾവേസ് എ ഫോർവേഡ് ബയസ് ഫോർ മൈനോറിറ്റി ചാർജസ്. മൈനോറിറ്റി ചാർജസിന് അതിനെ സംബന്ധിച്ചിടത്തോളം ഈ റിവേഴ്സ് ബയസ് എന്ന് പറയുന്നത് ഒരു ഫോർവേഡ് ബയസ് പോലെ ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും, അതായത് കളക്ടറിൽ നിന്ന് ബേസിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ കറണ്ടാണ് ICBO എന്ന് പറയുന്ന കറണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ICBO ഈസ് ദാറ്റ് കറണ്ട് വെൻ ദ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു 0. എമിറ്റർ കറണ്ട് 0 ആയിരിക്കുമ്പോൾ എന്ത് കറണ്ടാണോ ഈ കളക്ടറിൽ കൂടി ഒഴുകുന്നത് ആ കറണ്ടാണ് എന്ത് ICBO എന്ന് പറയുന്നത്. അതുണ്ടാവാൻ കാരണം എന്താണ്? മൈനോറിറ്റി ചാർജസ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് കളക്ടർ കറണ്ടിനുള്ള എക്സ്പ്രഷൻ എഴുതാൻ സാധിക്കുക. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഏതൊരു കോൺഫിഗറേഷൻ ആണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. നമ്മൾ ഡയോഡിനെ കുറിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ പല നമ്മുടെ സെനർ ഡയോഡിനെ കുറിച്ചും എല്ലാം നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു എക്സ് ആക്സിസിൽ വോൾട്ടേജും Y ആക്സിസിൽ കറണ്ട് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരച്ചു വെക്കും. എന്നിട്ട് അതിൽ നിന്ന് പല കാര്യങ്ങളും ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിനെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമ്മൾ അതിൻ്റെ വോൾട്ടേജും കറണ്ടും ഒക്കെ ഇൻപുട്ട് സൈഡിലും ഔട്ട്പുട്ട് സൈഡിലും മെഷർ ചെയ്യാൻ പോവാം. അപ്പോൾ ആ വോൾട്ടേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അഡീഷണലി നമ്മളിവിടെ വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾ വോൾട്ടേജ് സോഴ്സിൻ്റെ ഇങ്ങനെ വോൾട്ടേജ് കൂട്ടി വരും. അപ്പോൾ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊളാരിറ്റി, ബാറ്ററിയുടെ പൊളാരിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ ബേസ് ജംഗ്ഷനാണിത്, ഇപ്പുറത്തുള്ളത് കളക്ടർ ബേസ് ജംഗ്ഷൻ. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ കൊടുക്കുന്ന ഈ വോൾട്ടേജ് സോഴ്സ് ദാറ്റ് ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ അത് എമിറ്റർ എന്ന് പറയുന്നത് N ആണ്, ബേസ് എന്ന് പറയുന്നത് P ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈഡ് Nലേക്കും പോസിറ്റീവ് സൈഡ് Pയിലേക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എമിറ്ററിലേക്ക് നെഗറ്റീവും ബേസിലേക്ക് പോസിറ്റീവും കൊടുത്തിട്ടുള്ളത്. സിമിലർലി ഇവിടെ കളക്ടർ ബേസ് ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയസ്ഡ്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ഇങ്ങനെ എടുത്തിട്ട് കളക്ടറിലേക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? കളക്ടർ എന്ന് പറഞ്ഞാൽ N ആണ്. അപ്പോൾ കളക്ടറിലേക്ക് നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? നമുക്ക് കളക്ടറിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദ ബേസിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ എടുത്ത് ബേസിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വേണ്ട വോൾട്ടേജുകൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടി വരും. അപ്പോൾ ഇവിടെ ഇൻപുട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഒരു ഒബ്സർവേഷൻ ടേബിളൊക്കെ വരച്ച് അതിനകത്ത് വോൾട്ടേജ് വേഴ്സസ് കറണ്ട് അങ്ങനെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് എഴുതും, ടാബുലേറ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഇഷ്ടമുള്ള ഒരു വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി കീപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടി 0യിൽ നിന്ന് തുടങ്ങുക, കൂട്ടി വരിക. കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത് നെഗറ്റീവ് വോൾട്ടേജുകളാണ് അല്ലേ? അപ്പോൾ 0, -1, -2, -3 അങ്ങനെ വരുമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ കൂട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ കറണ്ടിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ വോൾട്ടേജ് ഇപ്പം സപ്പോസ് നമ്മൾ 0യിലാണ് വെച്ചിരുന്നതെങ്കിൽ നമ്മൾ അതൊരു 10 വോൾട്ടിലോ അല്ലെങ്കിൽ 5 വോൾട്ടിലോ വെച്ചിട്ട് ഇതേ പ്രോസസ്സ് ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യും. 0, -1, -2, -3 എന്ന് പറഞ്ഞ് കൂട്ടി വരും. അപ്പോൾ എന്ത് കിട്ടുന്നു അതും നമ്മൾ ഒബ്സർവേഷൻ ടേബിളിൽ നമ്മൾ ടാബുലേറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത വാല്യൂ VCC ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് 3 സെറ്റ് ഗ്രാഫ് നമുക്ക് കിട്ടും. ഒരു ഗ്രാഫിൽ തന്നെ
3 കർവുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ആ 3 കർവുകളാണ് നമ്മൾ ഈ കാണുന്ന കോമൺ ബേസ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്നും വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 ഇല്ല, 2 ഉള്ളൂ. ഒന്ന് VCB ഈക്വൽ ടു 0 വോൾട്ട്, VCB ഈസ് VCC. ആ VCB ഈക്വൽ ടു 0 വോൾട്ടിലും പിന്നെ 10 വോൾട്ട് ആക്കി വെച്ചിട്ടുള്ള 2 കർവുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കർവുകളിൽ നമ്മൾ എമിറ്റർ ബേസ് വോൾട്ടേജ് ഇവിടെയും എമിറ്റർ കറണ്ട് ഇവിടെയായിട്ട് പ്ലോട്ട് ചെയ്യും. അപ്പോൾ എമിറ്റർ കറണ്ടാണ് ഏറ്റവും വലിയ കറണ്ട്. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ എമിറ്റർ ബേസ് വോൾട്ടേജിനൊക്കെ തന്നെ എമിറ്റർ കറണ്ട് കണ്ടമാനം അങ്ങ് ഷൂട്ട് ചെയ്യും. അപ്പോൾ എമിറ്റർ ബേസ് വോൾട്ടേജ് കൂടുന്തോറും എമിറ്റർ കറണ്ട് ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് സ്മോൾ ഇൻക്രീസ് ഇൻ എമിറ്റർ ബേസ് വോൾട്ടേജ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് സ്മോൾ. ഇൻപുട്ട് റെസിസ്റ്റൻസ് സ്മോൾ ആണ്, ചെറുതാണെന്നാണ്. ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കർവിൽ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ 2 പോയിന്റ് എടുക്കുക. 2 പോയിന്റ് എടുത്താൽ V1 I1 V2 I2 അങ്ങനെ 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ V2 മൈനസ് V1 ആണ് ഡെൽറ്റ V, I2 മൈനസ് I1 ആണ് ഡെൽറ്റ I. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ VEB അതായത് എമിറ്റർ ബേസ് വോൾട്ടേജിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ എമിറ്റർ കറണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ആൻഡ് ദിസ് ഷുഡ് ബി ഇവാലുവേറ്റഡ് അറ്റ് കോൺസ്റ്റന്റ് VCB. ഈ ഒരു കർവിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരു പോയിന്റ് ഇവിടെ എടുത്ത് അടുത്ത പോയിന്റ് ഇപ്പുറത്തുമായിട്ട് എടുക്കാൻ പാടില്ല. സെയിം കർവിലുള്ള 2 പോയിന്റുകൾ തമ്മിൽ വേണം നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യാണ്ട്. അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എമിറ്റർ കറണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ 0 വോൾട്ടിലുള്ള ഈ കർവും ഈ 10 വോൾട്ടിലുള്ള കർവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ you can say that the emitter current is almost independent of the collector base voltage changes. ഈ VCB അതായത് ഈ കാണുന്ന വോൾട്ടേജ് മാറ്റി എന്ന് വെച്ചിട്ട് ഈ പറയുന്ന എമിറ്റർ കറണ്ടിൽ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇതിനെ ബാധിക്കുന്നില്ല. ഓക്കെ, ശരി. ഇനി അടുത്തത് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിൽ, അതായത് ഈ സൈഡിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി ഇപ്പുറത്തെ സൈഡിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് വിലയിരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്. ആ വോൾട്ടേജ് സോഴ്സ് വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജുകൾ നമുക്ക് തരുന്നു. അത് നമ്മൾ ഈ വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. അങ്ങോട്ടേക്ക് ഒഴുകുന്ന ആ കളക്ടർ കറണ്ട്, ഈ വോൾട്ടേജ് കാരണം ഒഴുകുന്ന കളക്ടർ കറണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. അത് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് അമീറ്റർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ വേരി ചെയ്യും. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് കറണ്ട് നമ്മൾ കീപ്പ് ചെയ്യും. ഒരു എമിറ്റർ കറണ്ട് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കീപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വേരി ചെയ്യാൻ തുടങ്ങും. ഈ വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് നമുക്ക് കിട്ടും. അതായത് എമിറ്റർ കറണ്ട് പല വാല്യൂസിന്. അപ്പോൾ ഇവിടെ നമ്മൾ എമിറ്റർ കറണ്ട് 0 വോൾട്ട് വെച്ചിട്ട് 0 മില്ലി ആംപിയർ വെച്ചിട്ട് നമ്മളിവിടെ ഈ വോൾട്ടേജ് കൂട്ടും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് എത്ര വരുന്നു, കറണ്ട് എത്ര വരുന്നു എന്നുള്ളത് ഒരു ടേബിളിൽ നമ്മൾ എഴുതി വെക്കും. അതേപോലെ ഈ എമിറ്റർ കറണ്ട് നമ്മൾ മാറ്റി വേറൊരു വാല്യൂ ഇടും. സേ ഫോർ എക്സാമ്പിൾ 1 മില്ലി ആംപിയർ ആക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൂട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ടാബുലേറ്റ് ചെയ്യും. അങ്ങനെ പല എമിറ്റർ കറണ്ടിന് വേണ്ടിയിട്ട് പല കർവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ കർവ്സ് ആണ് ഈ കാണുന്ന ഓരോ കർവും. ഓരോ എമിറ്റർ കറണ്ടിന്റെ വാല്യൂസിനുള്ള കർവാണ് നമുക്ക് കിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കളക്ടർ കറണ്ട് വേരീസ് വിത്ത് കളക്ടർ ബേസ് വോൾട്ടേജ് ഓൺലി അറ്റ് വെരി ലോ വോൾട്ടേജസ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ കളക്ടർ കറണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു കർവ് എടുക്കുക. അതിനകത്ത് ഒരു കർവ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് കഴിഞ്ഞാൽ കളക്ടർ ബേസ് വോൾട്ടേജ് എത്ര കൂട്ടിയാലും കളക്ടർ കറണ്ട് മാറുന്നില്ല, അല്ലേ? ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. കൂടുകയോ ഒന്നും സംഭവിക്കില്ല. ആ തുടക്കത്തിൽ മാത്രമേ കൂടുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്യുകയാണ്. പിന്നെന്താണ്? വെൻ ദ വാല്യൂ ഓഫ് കളക്ടർ ബേസ് വോൾട്ടേജ് ഈസ് എബവ് 2 വോൾട്ട്, 2 വോൾട്ടിന് മേലെ ആയാൽ കളക്ടർ ബേസ് വോൾട്ടേജ് അത് 2 വോൾട്ടിന് മേലെ വന്നാൽ എന്ത് സംഭവിക്കും? ദ കളക്ടർ കറണ്ട് ബിക്കംസ് കോൺസ്റ്റന്റ്. ശരിയാണ്. ഇവിടെ ഈ ഒരു റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കോൺസ്റ്റന്റ് ആണ്. ദെൻ ദ കളക്ടർ കറണ്ട് ചേഞ്ചസ് ഓൺലി വെരി ലെസ് ഫോർ ലാർജ് ചേഞ്ചസ് ഇൻ കളക്ടർ ബേസ് വോൾട്ടേജ്. കളക്ടർ ബേസ് വോൾട്ടേജിൽ എന്താണ് ഒരുപാട് വ്യത്യാസം വന്നാൽ, കളക്ടർ ബേസ് വോൾട്ടേജിൽ ഭയങ്കരമായിട്ട് മാറിയാലും അതിനുശേഷം എന്താണ് വ്യത്യാസമില്ല, കളക്ടർ കറണ്ടിൽ വ്യത്യാസമില്ല. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഈ തുടക്കത്തിൽ കുറച്ച് ഭാഗത്ത് നല്ല വ്യത്യാസമുണ്ട്. കളക്ടർ ബേസ് വോൾട്ടേജ് കൂട്ടുമ്പോൾ കളക്ടർ കറണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം കോൺസ്റ്റന്റ് ആണ്, മാറ്റമില്ല. കളക്ടർ കറണ്ടിൽ മാറ്റമില്ല, കളക്ടർ ബേസ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നത്തെ ഒരു കാര്യം അഡീഷണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറ്റർ കറണ്ട് കൂടുന്നതനുസരിച്ച്, ഇൻപുട്ടിലെ എമിറ്റർ കറണ്ട് കൂടുന്നതനുസരിച്ചിട്ട് ഈ കളക്ടർ കറണ്ട് കണ്ടമാനം കൂടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
Now our emitter current is deciding how much the collector current should be. കളക്ടർ കറണ്ട് എത്ര വേണമെന്നുള്ള തീരുമാനിക്കുന്നത് എമിറ്റർ കറണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കർവ് എടുക്കുക. അതായത് ഒരു എമിറ്റർ കറണ്ട് ഈക്വൽ ടു 1 മില്ലി ആംപിയറോ അല്ലെങ്കിൽ ഒരു എമിറ്റർ കറണ്ട് ഈക്വൽ ടു 2 മില്ലി ആംപിയറിൻ്റെ ഒരു കർവ് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 പോയിന്റുകൾ എടുക്കുക. ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ 2 പോയിന്റും V1 I1ഉം V2 I2 ഉണ്ടാവും അല്ലേ. ഒരു പോയിന്റിന് V1 I1 എന്ന് വിളിക്കാം, അടുത്ത പോയിന്റ് V2 I2. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് അതിൻ്റെ കറണ്ട് കിട്ടി, രണ്ടാമത്തെ വോൾട്ടേജ് രണ്ടാമത്തെ കറണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ V2 മൈനസ് V1/I2 മൈനസ് I1 ചെയ്താൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ അവസ്ഥ എന്താണ്? ചേഞ്ച് ഇൻ വോൾട്ടേജ് വളരെ വലുതാണ്, പക്ഷേ ചേഞ്ച് ഇൻ കറണ്ട്, കളക്ടർ കറണ്ടിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിനോമിനേറ്റർ സീറോ ആയി കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് വെരി ലാർജ് അല്ലേ. ഓൾമോസ്റ്റ് സീറോയ്ക്ക് അടുത്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് വെരി ലാർജ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹൈ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമ്മളുടെ കോമൺ ബേസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. സീ യു അഗെയിൻ.